വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോധ അൻഷിത. താങ്ക് യു. ഓക്കെ അൻഷിത, സുഖമായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കണ്. ഓക്കെ, എവിടെയായിരുന്നു സ്ഥലം? ഇവിടെ കുന്നംകുളം. കുന്നംകുളം. ഏത് ഡിസ്ട്രിക്റ്റ് ആയത്? ഉം. തൃശ്ശൂര്. തൃശ്ശൂര്. ഓക്കെ ഓക്കെ. ഓക്കെ അൻഷിത, ഏത് കോഴ്സായിരുന്നു ഇവിടെ അവോധ ചെയ്തിരുന്നേ? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചിരുന്നത്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു കോഴ്സൊക്കെ? കോഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഇപ്പോ ഞാൻ ഇന്റേൺഷിപ്പിന് കയറിക്കാണ് മറ്റേ കൈപ്പറമ്പ് നെയിൽ ഹോസ്പിറ്റലിൽ. 3 month ആണ് ട്രെയിനിങ്. ഓക്കെ 1 month കഴിഞ്ഞ്, ഇനി 2 month കൂടി ഉണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ? എങ്ങനെയുണ്ട് വർക്കിംഗ് ആംബിയൻസും കൊളീഗ്സും ഒക്കെ? കുഴപ്പമില്ല. ഇൻഷുറൻസ് കുറച്ച് കൂടുതൽ പണിയുണ്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഡിപ്പാർട്ട്മെന്റ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ. മനസ്സിലാവുന്ന കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഹാപ്പി ആണല്ലേ? ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. അൻഷിത, ജാബ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ജാപ്പ് നോക്കിണ്ടായിരുന്നു. പിന്നെ അവോധനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ എനിക്ക് നെയിൽ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് കിട്ടിയത്. ജാപ്പ് വഴിയല്ല, ഞാൻ അവോധന് കണക്ട് ചെയ്തതാണ്. ജാപ്പിൽ കുറെ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടാ, പക്ഷെ കുറച്ച് ലോങ് കിട്ടിയോണ്ട് പോവാണ്ടിരുന്നതാണ്. ഇപ്പൊ അടുത്തേക്ക് കിട്ടിയോണ്ട് കുഴപ്പമില്ലാണ്ട് അവര് ചോദിച്ചപ്പോ ഇപ്പൊ കൈപ്പറമ്പ് തന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ. അൻഷിത, ഇതിന് ശേഷമാണെങ്കിലും അൻഷിതയ്ക്ക് ഇപ്പൊ ഡയറക്റ്റ് ജോബ് അപ്ലൈ ചെയ്യാനാണെങ്കിൽ അഗെയിൻ ജാപ്പിൽ നിങ്ങൾക്ക് കയറാം. 5 വർഷം വരെ ചാൻസ് ഉണ്ട് നമുക്ക്, കേട്ടോ. പ്ലേസ്മെന്റിന് പ്ലേസ്മെന്റിന് കയറാൻ പറ്റും. ഓക്കെ. അൻഷിത, എങ്ങനെയായിരുന്നു അവോധയെ കുറിച്ച് അറിഞ്ഞത്? അവധയെ കുറിച്ച് അറിഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ചേർന്ന് ഒരു 2022-23 ഞാൻ ബാച്ചിലാണ് തോന്നുന്നത് ചേർന്നത്. അവോധ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറെ കഴിഞ്ഞിട്ടാട്ടാ ഇന്റേൺഷിപ്പിന് കയറി. ഞാൻ പോയിരുന്നു, ഇവിടുന്ന് ദുബായ് പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്റേൺഷിപ്പിന് ഇപ്പൊ കേറുന്നത്, നാട്ടിൽ വന്നപ്പോ. ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. അങ്ങനെ ഓൺലൈനായിട്ട് ചേർന്ന് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണോ പിന്നെ തിരിച്ച് എത്തിയത്? അതിനുശേഷമാണ് കയറിയത് അല്ലേ? അതെ അതെ. ഇത് പഠിപ്പ് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തില്ല. അവിടുന്ന് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്റേൺഷിപ്പിന് കയറിയത്. ഓക്കെ അൻഷിത. ഓക്കെ. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ? ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അൻഷിത, ഇതിനു മുമ്പ് എന്തായിരുന്നു പഠിച്ചത്? ഇതിന് മുമ്പ് ഒപ്റ്റോമാട്രി ആണ് പഠിച്ചത്. ഒപ്റ്റോമാട്രി വേറൊരു ഒപ്റ്റീഷ്യൻ കണ്ണാടയുടെ ഫിറ്റിംഗ് ടെക്നീഷ്യൻ കോഴ്സില്ല, അതാണ് ഞാൻ പഠിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ആക്ച്വലി ബേസിക് ആയിട്ട് എന്താ +2 ആണോ ഡിഗ്രി ആണോ ഉള്ളത്? ബേസിക് ആയിട്ട് +2 ഡിഗ്രി ഇല്ല. +2 അല്ലേ? ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ശേഷം ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ? +2 കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഫീൽഡ് ഇഷ്ടമാണ്, അതുകൊണ്ട് ചൂസ് ചെയ്ത്. ഓക്കെ ഓക്കെ അൻഷിത. അൻഷിതയ്ക്ക് അറിയാലോ നമ്മുടെ അവോധയുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഉള്ളത്. അപ്പോ ആദ്യമായിട്ട് കേട്ടപ്പോ അത് ശരിയാണോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നോ? ഓൺലൈൻ കോഴ്സ് അല്ലേ, പിന്നെ സ്റ്റാർട്ടിങ് ഫീസ് എത്ര 2000 സംതിങ് അടക്കണ പണ്ടേന്. അപ്പൊ വലിയ ഇതൊന്നും ഉണ്ടായി പ്രതീക്ഷിച്ചില്ല, പക്ഷെ ചേർന്ന് കഴിഞ്ഞപ്പോ ഓക്കെ അല്ലേ? ഓക്കെ അൻഷിത. അതുപോലെ അവോധ ഒരു 40-ൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ്. അപ്പോ അത് നിങ്ങളെ പോലെ തന്നെ റിവ്യൂസ് കണ്ട് ഒരുപാട് കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. പിന്നെ അവരോടാണെങ്കിലും ഇപ്പോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടായിട്ടാണെങ്കിലും എന്താണ് അൻഷിതയ്ക്ക് അവോധയെ കുറിച്ച് പറയാനുള്ളത്? അവോധനെ വെച്ചിട്ട് നല്ലൊരു ഇതാണ്. ഹോസ്പിറ്റൽ ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്ത് തരും അവര്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ സൈറ്റിൽ പോയി നോക്കിയാല് കിട്ടൂലേ. കുഴപ്പമില്ലാത്ത കോഴ്സാണ്. ഓക്കെ 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 അൻഷിത, എന്തായാലും അൻഷിതയുടെ വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.